അതെ, കുട്ടികളിലെ വിരശല്യം വില്ലൻ തന്നെയാണ്. പലപ്പോഴും മാതാപിതാക്കൾ നിസ്സാരമായി കാണുന്നതും എന്നാൽ കുട്ടികളിലെ ആരോഗ്യത്തെയും വളർച്ചയെയും സാരമായി ബാധിക്കുന്നതുമൊന്നുമാണ് കുട്ടികളിലെ വിരശല്യം. വിരകൾ പലവിധത്തിലുണ്ട്. എന്നാൽ അവയിൽ എൻട്രോപിയസ് വെർമിക്കുലാരിസ് അഥവാ പിൻവേം എന്നറിയപ്പെടുന്ന നാടൻ വിരകളാണ് കുട്ടികളിൽ കൂടുതലായി കാണപ്പെടാറുള്ളത്. പലപ്പോഴും മാതാപിതാക്കൾ ഡോക്ടർമാരെ സമീപിക്കാറുള്ളത് കുട്ടികളുടെ മലത്തിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ വിരകൾ കാണപ്പെടുമ്പോൾ മാത്രമാണ്. എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ടത് കുട്ടികളിലെ വളർച്ചക്കുറവ്, വിളർച്ച, അസ്വസ്ഥത, മറുതാരത്തിന് ചുറ്റുമുള്ള ചൊറിച്ചിൽ എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ആൽബൻഡസോൾ എന്ന ടാബ്ലറ്റാണ് നമുക്കിതിനായി കൊടുക്കേണ്ടത്. 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ 200 മില്ലിഗ്രാം ആണ് ഡോസേജ്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 400 മില്ലിഗ്രാം ആണ് ഡോസേജ്. അടുത്തതായി, എന്തുകൊണ്ട് കുട്ടികളിൽ വിരശല്യം വീണ്ടും വീണ്ടും വരുന്നു? അതിൽ ഒന്നാമത്തെ പ്രതിവിധിയാണ് നമ്മൾ ആദ്യത്തെ ഡോസ് കൊടുത്തതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം സെയിം ഡോസ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തെ ഡോസ് കൊടുത്തതിന് ശേഷവും ചില കുട്ടികളിൽ വിരശല്യം വീണ്ടും കാണപ്പെടാറുണ്ട്. അതിനായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: ഒന്നാമത്, കുട്ടികൾക്ക് ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുക്കുക. കുട്ടികളുടെ നഖങ്ങൾ നല്ലവണ്ണം വൃത്തിയായി സൂക്ഷിക്കുക. ടോയ്ലറ്റിൽ പോയതിനു ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കുട്ടികളുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും എടുത്ത് നല്ലോണം വാഷ് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വിരശല്യം പൂർണ്ണമായി ഒഴിവാക്കാനും നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെ വളരാനും ഇത് സഹായിക്കുന്നു.